നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചതിലൂടെ കോൺഗ്രസ് നഷ്ടമാക്കിയത് സുവർണാവസരമാണ്. എന്നാൽ വിവിധ കാരണങ്ങൾ പരിഗണിച്ചാണ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കേണ്ടെന്ന് തീരുമാനിച്ചതെന്ന് നേതൃത്വം വിശദീകരിക്കുന്നു. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശരിയല്ലെന്നാണ് കോൺഗ്രസ് യോഗത്തിൽ UPA അധ്യക്ഷ സോണിയാഗാന്ധി നിലപാടെടുത്തതെങ്കിലും പാർട്ടിയിൽ 2 അധികാര കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാനാണ് പ്രിയങ്കയെ മാറ്റി നിർത്തിയതെന്നാണ് സൂചന. കോൺഗ്രസ് തങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിക്കുന്ന രാഹുൽ ഗാന്ധിയേക്കാൾ ജനപിന്തുണ പ്രിയങ്കയ്ക്ക് ഉണ്ടാകുമെന്നും ഇത് പ്രതിപക്ഷ പാർട്ടികളിൽ അടക്കം ആശയക്കുഴപ്പം സൃഷ്ടിക്കുമെന്നും പാർട്ടി കരുതുന്നു. ഇത്തരത്തിൽ പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിയാക്കേണ്ടെന്ന് കോൺഗ്രസ് തീരുമാനിച്ചത് 5 കാരണങ്ങൾ മൂലമാണെന്നാണ് വിലയിരുത്തൽ. ചരിത്രത്തിൽ ഒരിക്കലും ഗാന്ധി കുടുംബത്തിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിൽ 2 അധികാര കേന്ദ്രങ്ങൾ ഉണ്ടായിട്ടില്ല. രാഹുൽ ഗാന്ധി പാർട്ടി അധ്യക്ഷനായിരിക്കുമ്പോൾ തന്നെ പ്രിയങ്ക ഗാന്ധിയെ AICC ജനറൽ സെക്രട്ടറിയാക്കിയത് തന്നെ അസാധാരണ സംഭവമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. മറ്റൊരു കാരണം ഇതാണ്: ആദ്യ തിരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെടുന്നത് അത്ര നല്ലതല്ലെന്നും കോൺഗ്രസ് കരുതുന്നു. ജയം വിഷയമല്ലെന്ന് പ്രിയങ്ക പാർട്ടിയിൽ നിലപാടെടുത്തെങ്കിലും ആദ്യ മത്സരത്തിലെ തോൽവി ഭാവി രാഷ്ട്രീയത്തിന് തിരിച്ചടിയാകുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. വാരണാസി മണ്ഡലത്തിൽ കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചാൽ SP, BSP, ആം ആദ്മി തുടങ്ങിയ പാർട്ടികൾ പിന്തുണയ്ക്കുമെന്നാണ് പാർട്ടി കരുതിയത്. എന്നാൽ കോൺഗ്രസിന് അപ്രതീക്ഷിത തിരിച്ചടി നൽകി കഴിഞ്ഞ ദിവസം വാരണാസിയിൽ SP, BSP സഖ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് സഖ്യ ചർച്ചകൾ നടത്തിയെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ അയഞ്ഞില്ല എന്നതാണ് മറ്റൊരു കാരണം. ഇത്തവണ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്നുണ്ട്. ഇതിൽ അമേത്തിയിലും വയനാടും ജയിച്ചാൽ രാഹുൽ വയനാട് നിലനിർത്തി അമേത്തിയിൽ പ്രിയങ്കയെ മത്സരിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ സൂചന നൽകുന്നുണ്ട്. ഇക്കാര്യത്തിൽ നേതാക്കൾ ഉറപ്പിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ പോലും ഇതിനുള്ള സാധ്യത തള്ളാനാകില്ലെന്നാണ് വിവരം. പ്രതിപക്ഷ പാർട്ടികൾ പിന്മാറിയതോടെ നരേന്ദ്രമോദി എന്ന അതികായനോട് ഒറ്റയ്ക്ക് മത്സരിക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് മനസ്സിലാക്കിയെന്ന് വേണം കരുതാൻ. 2014 3.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയ മോദിയോട് എതിരിടണമെങ്കിൽ ഇപ്പോഴത്തെ ആയുധങ്ങൾ പോരെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. നരേന്ദ്രമോദിക്കെതിരെ വികാരം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ മറ്റു പ്രതിപക്ഷ പാർട്ടികൾ കൂടെ നിൽക്കുമെന്ന് ഉറപ്പിക്കാനും കഴിയില്ല. എണ്ണയിട്ട യന്ത്രം പോലെ മോദിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ RSSഉം സംഘപരിവാർ സംഘടനകളും ഉള്ളപ്പോൾ മത്സരം പോലും ഉണ്ടാകില്ലെന്നും കോൺഗ്രസ് കരുതുന്നു. ഒപ്പം വാരണാസിയിൽ മാത്രം ശ്രദ്ധിക്കേണ്ടി വരുമ്പോൾ മറ്റ് മണ്ഡലങ്ങളിലെ പ്രചരണത്തിന് വഴിയുണ്ടാകുമോ എന്നും കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ട്. അതേസമയം സമീപകാലത്ത് കൈവന്ന ഏറ്റവും വലിയ അവസരമാണ് കോൺഗ്രസ് ഇപ്പോൾ കൈവിട്ടതെന്ന് കരുതുന്നവരും ഏറെയാണ്. എന്നാൽ അപ്രതീക്ഷിത തീരുമാനങ്ങളിലൂടെ എന്നും രാഷ്ട്രീയ ലോകത്തെ ഞെട്ടിച്ചിട്ടുള്ള കോൺഗ്രസ് വയനാട്ടിൽ T സിദ്ദിഖിനെ മാറ്റി രാഹുൽ ഗാന്ധി ഇറക്കിയതുപോലെ പ്രിയങ്ക ഗാന്ധിക്ക് മാസ് എൻട്രി ഒരുക്കുമോ എന്ന് സംശയിക്കുന്നവരുമുണ്ട്. പക്ഷേ ഈ സ്വപ്നത്തിന് ആയുസ് കുറവാണെന്നതാണ് സത്യം. വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.